പാഠം 132. ഉഷ്ണം ഉഷ്ണേന ശാന്തി. മോഹനേട്ടാ, ഇത്ര നേരത്തെ റെഡിയായോ? ഇന്നത്തെ എത്ര രാവിലെ? അത് പിന്നെ പുറത്ത് ഭയങ്കര ചൂടഭാമേ. വെയില് ശരിക്കും ഉറച്ചു കഴിഞ്ഞാ പിന്നെതാ ഈ കുട ഉണ്ടെന്ന് ഒരു കാര്യമില്ല. പൊള്ളുക മനുഷ്യൻ. പുറത്ത് മാത്രല്ലല്ലോ മോനേട്ടാ, വീടിനകത്ത് നല്ല ചൂടല്ലേ. ഇന്നലെ രാത്രി ഒന്നും ശരിക്കും ഉറങ്ങാൻ കൂടെ പറ്റില്ല. എങ്ങനെ ഉറങ്ങാനാ? ഫാനിൽ നിന്ന് വരുന്നത് പോലും നല്ല ചൂട് കാറ്റല്ലേ. ഇങ്ങനെ പോയാൽ ഒരു മാസം കൂടി കഴിയുമ്പോ എന്താകും അവസ്ഥ? ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ കാര്യം. എടീ, അന്തരീക്ഷ മലിനീകരണത്തെ പറ്റിയും പരിസ്ഥിതി നാശത്തെക്കുറിച്ചും ഞാനെന്തെങ്കിലും പറയുമ്പോ നീ എന്നെ കളിയാക്കുമായിരുന്നല്ലോ. നാട്ടിലുള്ള മരങ്ങൾ മുഴുവൻ വെട്ടിക്കളഞ്ഞ് മണൽ മുഴുവൻ വാരി പാടവും ചതുപ്പും ഒക്കെ നികത്തി നീയൊക്കെ കൂടി ഈ ഭൂമിയെ നശിപ്പിക്കും. ഇപ്പൊ മഴയില്ല, വെള്ളമില്ല, എങ്ങനെ ചൂടുണ്ടാവായിരിക്കും? എന്നെ പോലെ വിവരവും വിദ്യാഭ്യാസവും സാമൂഹിക പ്രതിബദ്ധതയുമുള്ള ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഉടനെ ഞങ്ങൾ വികസന വിരോധികളാണ്, പിന്തിരിപ്പന്മാരാണ്. ഇതിന് എന്റെ മക്കിട്ട് കയറുന്ന എന്തിനാ? ഞാനായിട്ട് ഒരു മരവും വെട്ടിയിട്ടില്ല, ഒരു പൊടിയിൽ നിന്ന് മണലും വാരിയിട്ടില്ല, ഒരു പാടവും നികത്തിയിട്ടുമില്ല. നല്ല ന്യായം. നീ ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന് സമ്മതിക്കുന്നു. പക്ഷേ ഇങ്ങനെ ചെയ്ത ആർക്കെങ്കിലും എതിരെ ഒരു ചെറു വിരൽ അനക്കാൻ നിനക്ക് പറ്റിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കേസ് നീ ഇതിനുവേണ്ടി വാദിച്ചിട്ടുണ്ടോ? ഇല്ല. ചൂട് ഇനിയും കൂടും. ഇപ്പോ 37 ഡിഗ്രി, ഇനി അത് 40 ആവും, 45 ആവും. അതോടെ നീയൊക്കെ വെന്തുരുകി ചാകും. ചൂട് കൂടിയാൽ ചാവുന്നത് എല്ലാരും കൂടിയായിരിക്കും. അതിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഇളവൊന്നും ഉണ്ടാവില്ല. വില്ലേജ് ഓഫീസർ മാത്രം രക്ഷപ്പെടുമെന്നായിരിക്കും വിചാരം. ആഹാ, അമ്മേ, ഞാൻ പറഞ്ഞു വരുന്നത് ഒരു വലിയ പ്രശ്നമാണ്. അതിനെപ്പറ്റി പറയുമ്പോ പതിവ് പോലെ നീ കൊഞ്ഞനം കുത്തിട്ട് ഓടി. നീ മാത്രമല്ല, നമ്മുടെ നാട്ടിലെ സകല വിവരദോഷികളും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഞാനിപ്പോ എന്ത് വേണമെന്നാ മോഹനേട്ട പറഞ്ഞു വരുന്നത്? ഈ ചൂട് ഒരു പ്രശ്നമാണെന്ന് നീ പറഞ്ഞു. ഈ ചൂടിന് പരിഹാരം നീ ആലോചിച്ചോ? പരിഹാരം എനിക്കറിയാം. അത് ഞാൻ മോഹനേട്ടോട് പറയാനിരിക്കായിരുന്നു. പറയൂ. നമുക്കൊരു AC വാങ്ങാം. 10-30,000 രൂപ കൊടുത്തൊരു AC കിട്ടും. ബെഡ്റൂമിലൊരു AC ഉണ്ടെങ്കിൽ രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങാം. പകല് ചൂട് കൂടുമ്പോ നമുക്ക് ആ മുറി പോയി ഇരിക്കുകയും ചെയ്യാം. AC എന്റെ വീട്ടിൽ? ഈ വീട്ടിൽ AC വെക്കാൻ പറ്റില്ലേ? വെക്കാൻ പറ്റും, പക്ഷെ ഞാൻ വെക്കില്ല. പിശുക്ക് അല്ല. പിന്നെ അമ്മേ, നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് ചൂട് കൂടുന്നതിനെ പറ്റിയാണ്. എന്തുകൊണ്ടാണ് ചൂട് കൂടുന്നത്? ആഗോളതാപനത്താൽ. എന്തുകൊണ്ടാണ് ആഗോളതാപനം ഉണ്ടാകുന്നത്? അന്തരീക്ഷത്തിലെ കാർബണിന്റെ അംശം കൂടി വരുന്നുണ്ട്. എങ്ങനെയാണ് അന്തരീക്ഷത്തിൽ കാർബൺ കൂടുന്നത്? വാഹനങ്ങളിൽ നിന്ന്, AC-യിൽ നിന്ന്, ഫ്രിഡ്ജിൽ നിന്നൊക്കെ പുറത്തേക്ക് വരുന്ന വാതകങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ചൂട് കൂടാനുള്ള കാരണം തന്നെ AC-യുടെ ഉപയോഗമാണ്. അങ്ങനെ AC-യുടെ ഉപയോഗം കൊണ്ടുണ്ടായ ചൂടിനെ നേരിടാൻ AC തന്നെ വാങ്ങാൻ പറഞ്ഞാൽ ഇതിലും വലിയ വിവരക്കെടുണ്ടോ ഭാമേ? ഈ ആഗോളതാപനം നമ്മുടെ വീടിന്റെ മുറ്റത്ത് മാത്രമല്ലല്ലോ, ലോകം മുഴുവനും ഉണ്ട്. എന്നിട്ടും ആളുകൾ AC വാങ്ങുന്നു. മോഹനേട്ടൻ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഈ സത്യഭാമ AC വാങ്ങിയിരിക്കും, നമ്മുടെ ബെഡ്റൂമിൽ ഫിറ്റ് ചെയ്തിരിക്കും, അതിലിരുന്ന് തണുപ്പും കൊണ്ടിരിക്കും. നടന്നത് തന്നെ. നിന്റെ ഈ മോഹം നടക്കണമെങ്കിൽ ഞാൻ ചാകണം. അയ്യോ, അതിനൊരുപാട് സമയം എടുക്കില്ലേ? AC വാങ്ങണം, ഇപ്പൊ വാങ്ങണം. നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. അഹങ്കാരി. വെറുതെ എന്നെ വാശി പിടിപ്പിക്കല്ലേ മോഹനേട്ടാ. ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ അത് തീരുമാനിച്ചതാ. വല്ലാത്ത ചൂട്. സാറേ, ഞാൻ സാറിനെ കാണാൻ വേണ്ടി വീട്ടിലോട്ട് വരാൻ വേണ്ടി ഇരിക്കായിരുന്നു. ഒരു അത്യാവശ്യ കാര്യമുണ്ട് സാറേ.
നമ്മുടെ ആ പുഷ്കരന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റിന്റെ അപേക്ഷ എന്നിട്ട് 1 മാസമായി. ഇന്നെങ്കിലും ശരിയാക്കി കൊടുത്തില്ലെങ്കിൽ അവൻ ആത്മഹത്യ ചെയ്യുമെന്നാണ് എന്നോട് പറഞ്ഞത്. അവന് ലോൺ എന്തോ എടുക്കാനാണ് സാറേ. ഉത്തമന് AC പറ്റി എന്താണ് അഭിപ്രായം? അതെ, ഉത്തമന്റെ കയ്യിൽ കുറച്ചധികം കാശ് കിട്ടിയെന്ന് കരുതുക. ഉത്തമൻ ആ കാശ് കൊണ്ട് AC വാങ്ങുമോ? ഭയങ്കര ചൂടല്ലേ സാറേ, കാശ് കിട്ടിയാ വാങ്ങും. ഓ, വാങ്ങും. വാങ്ങും. അപ്പോ പുഷ്കരന് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ഇല്ല? സാറേ അങ്ങനെ പറയല്ലേ സാറേ, ഞാൻ AC വാങ്ങുന്നതും പുഷ്കരന്റെ പൊസഷൻ സർട്ടിഫിക്കറ്റുമായിട്ട് എന്തൊന്നും ബന്ധം? ഉത്തമ, അന്തരീക്ഷത്തിൽ കാർബണിന്റെ അംശം കൂടുന്നത് കൊണ്ടാണ് ചൂടിങ്ങനെ കൂടുന്നത്. കാർബൺ ഇനിയും കൂടിയാൽ എന്തൊക്കെ ദോഷങ്ങളുണ്ടാകുമെന്ന് ഉത്തമൻ അറിയാമോ? സാർ ഒരു മിനിറ്റ്. ഹലോ. ഹലോ ഉത്തമ, ഞാനാ. മോഹനേട്ടനടുത്തുണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. വിളിച്ചത് ഞാനാന്ന് പറയണ്ട, എനിക്ക് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. അല്ല, ദേ മോഹനേട്ട പോയി കഴിയുമ്പോ ഉത്തമ നേരെ ഇങ്ങോട്ട് വാ. ഇവിടെ വരുമ്പോ ഞാൻ കാര്യം പറയാം. ശരി ശരി. ആരായിരുന്നു? അല്ല, അത് പിന്നെ ആരായിരുന്നു സാറേ? അപ്പൊ സാറ് ഓഫീസിലോട്ട് വിട്ടോ. അന്തരീക്ഷത്തിലെ കാർബണിന്റെ അംശം കൂടുന്നതിന് മുമ്പ് ഓഫീസിലെത്തിയാൽ രക്ഷപ്പെട്ടു. ഞാനെന്നാ പോട്ടെ സാറേ, പോയിട്ട് ഒത്തിരി തിരക്കുണ്ട്. ആ പുഷ്കരന്റെ പൊസഷൻ സർട്ടിഫിക്കറ്റ് മറക്കല്ലേ സാറേ. പരിഹാസം. ഇപ്പോ എന്നെ പരിഹസിക്കുന്ന നീയൊക്കെ ഞാൻ പറയുന്നത് ശരിയാണ് എന്ന് തെളിയിക്കുന്നൊരു കാലം വരും. അഹങ്കാരികൾ. വക്കീലേ, എന്താ വക്കീൽ പ്രശ്നം? വക്കീൽ വിളിച്ചപ്പോ ഞാൻ മോഹൻ സാറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണല്ലോ ഞാനെ വിളിച്ചെന്ന് പറയണ്ടെന്ന് പറഞ്ഞത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പറ വക്കീലേ. അല്ല, പ്രശ്നം അങ്ങനെയൊന്നുമില്ല. എനിക്കൊരു AC വാങ്ങണം. എന്തേ, AC എന്ന് കേട്ടിട്ടില്ലേ? സാർ വക്കീൽ തമ്മിൽ ഡൈവോഴ്സ് ആയാ? ഒന്ന് പോത്തമ്മ. അല്ല, ഈ മോഹനേട് സാർ താമസിക്കുന്ന വീട്ടില് AC വയ്ക്കാന്ന് പറഞ്ഞ ഈ വക്കീൽ ഉദ്ദേശിക്കുന്ന AC എയർ കണ്ടീഷണർ അത് തന്നെയാണോ? അത് തന്നെയാണ്. സാർ സമ്മതിക്കില്ല, പക്ഷേ ഈ ചൂട് താങ്ങാനുള്ള ശേഷി എനിക്കില്ല. നാട്ടിൽ AC ഇല്ലാത്ത ഒരൊറ്റ വീടില്ല. എനിക്ക് എന്തായാലും AC വാങ്ങണം. വക്കീലെ, അത് റിസ്ക് ആണ്. ഒരു റിസ്കും ഇല്ല. സുലൈമാനിക്കയുടെ കടയിലേക്ക് ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ഉത്തമൻ അവിടെ ചെന്ന് AC എടുത്ത് അവരുടെ ആലയം കൂട്ടി ഇവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യണം. അല്ല, അത് ശരിയാവില്ല. എന്താ ശരിയാവും? ഇതിന്റെ പിന്നിൽ ഞാനാണെന്നറിഞ്ഞാൽ സാർ എന്നെ കൊല്ലും. സാർ ഒന്നും ചെയ്യില്ല. ഞാൻ ഉത്തമനോട് കള്ളനോട്ട് അടിക്കാനൊന്നുമല്ലല്ലോ പറഞ്ഞത്, ഒരു AC കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യാനല്ലേ. അല്ല, അതെനിക്ക് ഒട്ടും സമയമില്ല. പഞ്ചായത്ത് ഓഫീസ് പോകണം, അത് കഴിഞ്ഞ് താലൂക്ക് ഓഫീസ് പോകണം. ആയിക്കോട്ടെ, അതൊക്കെ നടക്കട്ടെ. നാളെ മതി. AC വാങ്ങി ഞാൻ കട വെച്ചോളാം. നാളെ വൈകുന്നേരത്തിനകം അത് കൊണ്ടുവന്നൊന്ന് ഫിറ്റ് ചെയ്ത് തരണം. അല്ല, അത് പിന്നെ ഒന്നും പറയണ്ട. ഈശ്വരാ, മോഹനന്റെ സാറിന്റെ വീട്ടിൽ AC അത് ഞാൻ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യണം. ഇതിൽ നല്ലതൊരു കല്ലെടുത്ത് കഴുത്തി കെട്ടി കടലിൽ ചാടുന്നതാണ്. സത്യത്തിൽ ഈ സർക്കാർ ഓഫീസൊക്കെ AC ആക്കേണ്ട കാലം കഴിഞ്ഞു. ഈ ചൂടുകേട് നമ്മളെങ്ങനെ ജോലി ചെയ്യും? ശമ്പളം കൂടുതൽ ചോദിച്ച് സമരം ചെയ്യുന്നതിന് മുമ്പ് ഓഫീസ് AC ആക്കണമെന്നും പറഞ്ഞാൽ നമ്മൾ സമരം ചെയ്യേണ്ടത്. മോഹനേഷ് സാർ കേക്കണ്ട, പുള്ളിക്കാരൻ AC എന്ന് പറഞ്ഞാല് ചെകുത്താൻ കുരിശ് കണ്ട മാതിരിയാണ്. അങ്ങനെ പറയരുത് ശിശുപാലേട്ടാ. കാലം മാറുന്നതിനനുസരിച്ച് ഓഫീസിലെ സൗകര്യങ്ങൾ മാറണ്ടേ? അതിന് പ്രൈവറ്റ് കമ്പനികളെ കണ്ടുപിടിക്കണം. എല്ലായിടത്തും സെൻട്രലൈസ്ഡ് AC അല്ലേ. അതിനകത്തിരുന്ന് ജോലി ചെയ്യുമ്പോ തന്നെ ഒരു ഉത്സാഹം ഉണ്ടാവും. അവിടത്തെ പിയൂണും തൂപ്പുകാരും പോലും AC-യില. റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ AC കിട്ടണമെങ്കിൽ മിനിമം ജില്ലാ കളക്ടറെങ്കിലും ആവണം. അത് ഇനി നമ്മളെ കൊണ്ട് ജന്മം നടക്കില്ല. ഈ വേഗുന്ന ചൂടിൽ നിന്ന് ഫയലും നോക്കി ജന്മം തൊലയാണ് നമ്മുടെയൊക്കെ വിധി. ഒരു കാര്യം ചെയ്യും, സ്വയംപ്രഭയും കാഞ്ചനയും റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ജോലി കളഞ്ഞിട്ട് ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനിയിൽ പോയി ജോലി നോക്കൂ. നല്ല സുഖമായി AC-ൽ തണുപ്പുകൊണ്ടിരിക്കുകയും ചെയ്യാലോ. പക്ഷെ ഒരു കാര്യമുണ്ട്, അവർ അവരുടെ തൊഴിലാളികളെ തോന്നുമ്പോ പിരിച്ചുവിടുന്നിരിക്കും. ജോലി ചെയ്യുന്ന സമയം 10 മുതൽ 5 വരെ എന്നുള്ളതിന് പകരം രാവിലെ 8 മുതൽ വൈകുന്നേരം 6 വരെ എന്നാകും. പെൻഷൻ കിട്ടുമോ? ഇല്ല. അതൊക്കെ ഓർത്തിട്ട് വേണം.
സ്വയംപ്രഭേ, ഇവിടെ എന്തൊക്കെ ഇല്ല എന്നാലോചിക്കുന്നതിന് പകരം എന്തൊക്കെ ഉണ്ട് എന്നാലോചിക്കും. അപ്പൊ മാറും നിങ്ങളുടെ വിഷമം. എന്തായാലും ഇപ്പോഴത്തെ ഈ ചൂട് സഹിക്കാവുന്നതിൽ അപ്പുറ സാറേ. ജോലി കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോഴേക്കും ഒരു യുദ്ധത്തിന് പോയിട്ട് വരുന്ന ക്ഷീണം. പിന്നെ വീട്ടിലെ 3 ബെഡ്റൂമിൽ AC ഉള്ളത് കൊണ്ട് അവിടെ പ്രശ്നമല്ല. ഞാൻ വീട്ടിൽ ചെന്ന് ഉടനെ AC ഓൺ ചെയ്ത് ഒരു അരമണിക്കൂർ വെറുതെ ഇരിക്കും. അപ്പോഴാ ഒന്ന് ക്ഷീണം മാറുന്നത്. ക്ഷീണം മാറാൻ അല്പ സംഭാരമോ കഞ്ഞിവെള്ളമോ കുടിച്ച പോരെ? പരിസ്ഥിതി നശിപ്പിക്കുന്ന AC തന്നെ വേണോ? കാഞ്ചന ACയുടെ കീഴിൽ നിന്ന് തണുക്കുമ്പോ പുറത്ത് ചൂട് പിന്നെയും കൂടുകയാണ്. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ സ്വന്തം കാര്യം മാത്രമേ ഉള്ളൂ. സമൂഹത്തെ പറ്റി യാതൊരു ചിന്തയുമില്ല. കഷ്ടം. സമൂഹത്തെ പറ്റി ചിന്തിച്ചിരുന്നാലേ നമ്മുടെ ആരോഗ്യം പോകും. ആദ്യം സ്വന്തം കാര്യം, പിന്നെ നാട്ടുകാരുടെ കാര്യം. അല്ലേ ശിശുപാലൻ ചേട്ടാ? ഞാൻ എന്തായാലും ഇക്കാര്യത്തിൽ മോഹനേഷ് സാറിന്റെ പക്ഷത്താ. ചൂട് എത്ര കൂടിയാലും ഞാൻ AC വാങ്ങുന്ന പ്രശ്നമില്ല. അതെന്താ? AC വാങ്ങാൻ എന്റെ കാശ് എവിടുന്ന? ശിശുപാല വരുന്നേ സാർ. ചെല്ലു ചെല്ലു. സാർ, ഗവൺമെന്റ് കോളേജിലെ പ്രൊഫസർ ദേവദാസ് ഒരു പൊസിഷൻ സർട്ടിഫിക്കറ്റ് കാര്യം പറഞ്ഞിരുന്നല്ലോ, അത് എഴുതിയോ? എഴുതി വെച്ചിട്ടുണ്ട് സാർ. പ്രൊഫസർ വന്നിട്ട് സാറിനെ കൊണ്ട് ഒപ്പിടിക്കാന്ന് വിചാരിച്ചു. ഇന്ന് രാവിലെ പുള്ളിക്കാരനെ കണ്ടതാ. അപ്പൊ പറഞ്ഞു നാളെ വരാന്ന്. അപ്പോ സർട്ടിഫിക്കറ്റ് പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞിട്ട്? അതല്ല സാർ, സ്വയംപ്രഭ സാർ പറഞ്ഞതുപോലെ ഭയങ്കര ചൂടല്ലേ. ദേവദാസ് സാറിന്റെ ഭാര്യ ഇന്നലെ 2 AC വാങ്ങി 2 ബെഡ്റൂമിൽ അങ്ങ് ഫിറ്റ് ചെയ്തു. ദേവദാസ് സാറ് സാറിനെ പോലെ വലിയൊരു പരിസ്ഥിതി സ്നേഹിയാ. അറിയാം. ഭാര്യ വാങ്ങിവെച്ച AC അദ്ദേഹം എടുത്ത് ദൂരെ കളഞ്ഞു കാണും. ഇല്ല സാർ, ദേവദാസ് സാർ ആളൊരു ബുദ്ധിമാനാ. ഭാര്യയെ പിണക്കാതെ AC-യുടെ ദോഷം മാറ്റുന്ന വിദ്യ സാറ് നോക്കി. അതെന്ത് വിദ്യ? സാറ് പോയി കൊള്ളാവുന്ന 5-6 മരത്തൈകൾ വാങ്ങി വീടിന് ചുറ്റും അങ്ങ് നട്ടുപിടിപ്പിക്കാൻ പോവുക ഇന്ന്. മരങ്ങൾ വളരുമ്പോ AC പുറത്തേക്ക് വിടുന്ന കാർബൺ മരങ്ങൾ വലിച്ചെടുത്തോളും. പരിസ്ഥിതിക്ക് കോട്ടം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഇതൊന്നും എനിക്കറിയില്ല, ഞാനിതൊന്നും പഠിച്ചിട്ടില്ല. ഇന്ന് തൈകൾ കുഴിച്ചു വയ്ക്കാൻ ജോലിക്കാരുണ്ടാവും. അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് നാളെ വന്ന് വാങ്ങിച്ചോളാന്നാ പറഞ്ഞത്. അപ്പോ ഞാനങ്ങോട്ട് ശരിയാണല്ലോ. 4-5 മരത്തൈകൾ വെച്ചാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. കാര്യം നിസ്സാര